എറണാകുളം ജില്ലയുടെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു കാനനപാതയുടെ വിശേഷമാണ് പങ്കുവയ്ക്കുന്നത്. മൂന്നാറൊക്കെ പോകുന്ന കൂട്ടുകാർക്ക് ഏറ്റവും മനോഹരമായിട്ട് മൂന്നാറിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു വഴിയാണ്. കോതമംഗലത്ത് നിന്ന് തട്ടേക്കാട് കുട്ടമ്പുഴ വഴി മാമലക്കണ്ടം വഴി അടിമാലി ചെന്ന് അടിമാലിയിൽ നിന്ന് മൂന്നാറിലേക്ക് പോകാം. ഇതൊരു ചെറിയ ഫോറസ്റ്റ് റോഡാണ്. വലിയ വാഹനങ്ങളൊക്കെ പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, പക്ഷേ ബൈക്ക് കാറൊക്കെ പോകുന്നത് കുറച്ച് അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾ ഈ വഴിയുള്ള യാത്രയൊന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഇപ്പോൾ ചെറിയ പൊടിമഴയൊക്കെ പെയ്തിരിക്കുന്ന സമയത്ത് പോവുകയാണെങ്കിൽ നല്ല രസമാണ്. ഇപ്പോൾ ഇനി വേനൽക്കാലമൊക്കെ കഴിഞ്ഞിട്ട് അത്യാവശ്യം മഴയുടെ ഒരു സമയമൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കാടിലും ഈ വഴിയിലുള്ള എന്താ പറയുക കാഴ്ചകളൊക്കെ നല്ല പച്ചപ്പ് നിറഞ്ഞ കാഴ്ചകളാണ്. ചെറിയ മഴയൊക്കെ ഉള്ള സമയത്താണ് നിങ്ങൾ യാത്ര ചെയ്യുന്നതെങ്കിൽ നല്ല മഞ്ഞും അതുപോലെ തന്നെ അങ്ങനെയുള്ള നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. ഒരുപാട് ബൈക്ക് റൈഡേഴ്സൊക്കെ ഇതിലൂടെ പോകുന്നുണ്ട് കേട്ടോ. കാരണം ബൈക്ക് റൈഡേഴ്സിനൊക്കെ പോകുമ്പോൾ നല്ല ആസ്വദിച്ച് പോകാൻ പറ്റുന്ന റൂട്ടാണ്. രണ്ട് സൈഡിലും നല്ല തിക്കായിട്ടുള്ള ഫോറസ്റ്റ് ആണ്. അതുപോലെ തന്നെ മുൻപിലോട്ട് നോക്കിയാൽ നല്ല പച്ചപ്പ് നിറഞ്ഞ കാഴ്ചകളാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമുണ്ട്, ഈ റൂട്ടിലെ പല സ്ഥലങ്ങളിൽ വെച്ചിട്ടാണ് പോർച്ചർ എന്ന് പറഞ്ഞിട്ട് ആമസോണിലെ മറ്റേ ആനവേട്ടയുടെ ഒരു സ്റ്റോറി ഉണ്ടല്ലോ, ആ സ്റ്റോറിയിലെ പല ഭാഗങ്ങളും ക്യാപ്ചർ ചെയ്തിട്ടുള്ള ഷൂട്ട് ചെയ്തിട്ടുള്ള ലൊക്കേഷനാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് കുറേ സീനുകൾ ഷൂട്ട് ചെയ്ത് ഈ റൂട്ടിൻ്റെ പല സ്ഥലങ്ങൾ വെച്ചാണ്. ഇപ്പോൾ ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ട് ആ ഒരു സീരീസിൻ്റെ വെബ് സീരീസിൻ്റെ ആനേനെ വേട്ടയാടിയിട്ട് കാണിക്കുന്ന കുറേ സീനുണ്ട്. അത് ഇവിടെയാണ് അവർ സെറ്റ് കാര്യങ്ങളെല്ലാം ഇട്ടത്. അത് ഈ പോകുന്ന റൂട്ടിൽ തന്നെ കേട്ടോ. നിങ്ങളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ടാവും, എന്താ പറയുക KSRTC ബസ്സും പ്രൈവറ്റ് ബസ്സും വണ്ടികളൊക്കെ പാലത്തിയുടെ ഈ പുഴയുടെ ഇറങ്ങി കയറി പോയിക്കൊണ്ടിരുന്നു. ഇപ്പോൾ ഇവിടെ പാലം പണിതിട്ടുണ്ട്, പക്ഷേ പാലം പണിതെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അങ്ങോട്ടേക്ക് കയറാൻ ഇപ്പോഴും കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ കാറൊക്കെ കയറി പോട്ടോ, നൈസായിട്ട് കുഴപ്പമൊന്നുമില്ല. KSRTC അവരുടെ ജംഗിൾ സഫാരി അല്ല നടത്തുന്നത്. കേരളത്തിലെ പല ഡിപ്പോകളിൽ നിന്നും ജംഗിൾ സഫാരി പോകുന്നുണ്ട്. ആ ജംഗിൾ സഫാരി ടൂറുകളെല്ലാം കണ്ടക്ട് ചെയ്യുന്നത് ഈ മാമലക്കണ്ടം വഴിയിട്ടാണ്. കാരണം ഇതുപോലെ തിക്കായിട്ടുള്ള ഫോറസ്റ്റിൽ കൂടെ ഇങ്ങനെ പോകാൻ പറ്റുന്ന മറ്റൊരു റൂട്ട് എറണാകുളം ജില്ലയിലോ അല്ലെങ്കിൽ അടുത്ത് ഇല്ല. ബസ്സിൽ പോകാന്ന് പറഞ്ഞാൽ അതൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. അപ്പോൾ എന്താണെങ്കിലും ആ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ ഇത് മാമലക്കണ്ടത്തേക്കുള്ള യാത്രയിലാണ്. ഓപ്പോസിറ്റ് ഒരു വണ്ടിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഒതുക്കി കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ മാക്സിമം വണ്ടികൾ വരുമ്പോൾ സൈഡുള്ള സ്ഥലത്ത് ഒതുക്കി കൊടുക്കുക, കാരണം കടന്നു പോകാൻ ഭയങ്കര പാടാണ്. സൈഡിലോട്ട് ഇത് മഴ പെയ്തതിന് ശേഷമുള്ള കാടിൻ്റെ കാഴ്ചകളാണ്. അങ്ങനെ അത് നമ്മൾ വീണ്ടും യാത്ര തുടരുകയാണ്. മൂന്നാറോ അല്ലെങ്കിൽ മാമലക്കണ്ടം കാണാനൊക്കെ ആയിട്ട് വരുമ്പോൾ ചെറിയ മഴക്കാലത്ത് വരാം. മഴയുള്ള സമയത്താണ് ഏറ്റവും മനോഹരമായിട്ടുള്ള കാഴ്ചകൾ ഈ റൂട്ടിൽ കിട്ടുക. പച്ചപ്പ് നിറഞ്ഞ കാഴ്ചകൾ ഇപ്പോൾ അതേ വന്നുള്ളൂ. വേനലിൻ്റെ ആ ഒരു ഇതൊക്കെ മാറിയിട്ട് ഇപ്പോൾ അതേ മഴക്കാലത്തിൻ്റെതായിട്ടുള്ള ഒരു കാഴ്ചകളിലേക്ക് പയ്യെ കാട് മാറിയിട്ടുണ്ട്. ഈ ഓപ്പോസിറ്റ് ഒരു കാറ് വന്നു. ഇതുപോലെ വണ്ടി വന്നു കഴിഞ്ഞാൽ പെട്ടുപോകും നമ്മൾ. സൈഡ് കൊടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ണ്ടോ മരമൊക്കെ ഒടിഞ്ഞാടി കിടക്കുന്നുണ്ട്. മനോഹരമായിട്ടുള്ള ഒരു വ്യൂ പോയിന്റാണ്. ഇനി കയറി ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ പറ്റുക. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ടാകും ഒരു ഏറുമാടും ഓപ്പോസിറ്റ് മലയുടെ കാഴ്ചകളൊക്കെ കാണുന്ന ഒരു സ്ഥലമുണ്ട്. അത് ഇവിടെയാണ്. ഇപ്പോൾ ഈ മഴയാണെങ്കിൽ ഒരുപാട് പേര് ഇതേ മഴയത്ത് റൈഡായിട്ട് വരുന്നുണ്ട്. ഇതുപോലെ റൈഡ് പോകാൻ പറ്റിയ അടിപൊളി റൂട്ടാണ്. ഒരുപാട് ഫ്രണ്ട്സ് ഇങ്ങനെ അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ സൈഡിലോട്ട് നോക്കി കഴിഞ്ഞാൽ നല്ല മഞ്ഞിറങ്ങി വരുന്ന കാഴ്ച. മഴ പെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എല്ലാം മഞ്ഞ് വന്ന് മൂടുന്ന ഒരു ലൊക്കേഷനായിട്ട് ഇത്. നൈറ്റ് ടൈം പെട്രോളിങ്ങിന് പോകുമ്പോൾ നോക്കാൻ വേണ്ടി അല്ലെങ്കിൽ സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉണ്ടാക്കി വെച്ചതാണ്. അപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഇതുപോലെ മനോഹരമായ ഒരു വ്യൂ ഉണ്ട്. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് വേസ്റ്റുകളൊന്നും ഇടാതിരിക്കുക. കാരണം ഇവിടെ ഏറ്റവും കൂടുതൽ ഇനി ബുദ്ധിമുട്ട് ഈ വരുന്ന ആളുകൾ ഇടുന്ന പ്ലാസ്റ്റിക് വേസ്റ്റുകളാണ്. അത് മാത്രമാണ് സഹിക്കാൻ പറ്റാത്തൊരു കാര്യമുള്ളൂ. ബാക്കി നിങ്ങൾ ഇതിലൂടെ യാത്ര ചെയ്യുന്നതിനൊന്നും യാതൊരു തടസ്സമില്ല. ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു വഴിയാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഈ വീഡിയോ കാണുന്നതിൻ്റെ ഒരു 100 ഇരട്ടി ഭംഗിയാണ് നേരിട്ട് കാണുമ്പോൾ. അതുപോലെ തന്നെ നല്ല കാറ്റൊക്കെ ഉള്ള സമയത്ത് ഇത് നോക്കി ഇതുപോലെ മരങ്ങളൊക്കെ ഒടിഞ്ഞു കാണാനുള്ള ചാൻസും ഉണ്ട്. പോകുന്ന വഴിക്കുള്ള ഒരു ചെറിയ തോടാട്ടോ. ആ തോട് നോക്കി ഇതിവിടെ ഇച്ചിരി അത്യാവശ്യം വെള്ളമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രദേശത്തൊക്കെ വൈകുന്നേര സമയങ്ങളിൽ മൃഗങ്ങളൊക്കെ വെള്ളം കുടിക്കാൻ വരാനുള്ള ചാൻസ് അധികമാണ്. അതുകൊണ്ട് ആനേനെയൊക്കെ സ്പോട്ട് ചെയ്യാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ്. കുട്ടമ്പുഴയിൽ നിന്ന് മാമലക്കണ്ടത്തിന് പോകുന്ന ഈ ഒരു റൂട്ടിൽ പ്രധാനപ്പെട്ട ഒരു ആനിമൽ സ്പോട്ടിങ് കിട്ടാൻ ചാൻസ് ഉള്ളൊരു ഏരിയ ആണ്.
നിങ്ങളൊരു കാരണവശാലും ഈ സൈഡിൽ കൂടെ ഒന്നും ഇറങ്ങി വനത്തിലോട്ടൊന്നും പോകാൻ നിൽക്കരുത്. പോയി കഴിഞ്ഞ് എന്തെങ്കിലും ഒരു ഇത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കെതിരെ കംപ്ലൈൻറ്റ് അല്ലെങ്കിൽ കേസ് എടുക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങോട്ടേക്ക് നോക്കി, നല്ല തിക്കായിട്ടുള്ള ഫോറസ്റ്റാണ്. അതുപോലെ തന്നെ നല്ലൊരു കയറ്റം കയറും കേട്ടോ. നല്ല അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള കയറ്റമുണ്ട്. നല്ല കണ്ടീഷനുള്ള വണ്ടി കൊണ്ട് വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല പണി കിട്ടാനുള്ള ചാൻസ് ഉള്ള റൂട്ടും കൂടി ആട്ടോ. അത് ഞാൻ അത്യാവശ്യം എടുത്തു പറയുകയാണ്. നല്ല കണ്ടീഷനുള്ള ഒരു വണ്ടിയല്ല. പഴയ മോഡൽ വണ്ടിയൊക്കെ ആണെങ്കിൽ കയറ്റം കയറുമ്പോൾ എൻജിൻ ഹീറ്റായി ഓഫ് ചെയ്ത് പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ പല വണ്ടികളും ഇവിടെ കംപ്ലൈൻ്റ് ആയ സാഹചര്യം ഉള്ളതുകൊണ്ടാണ് എടുത്തു പറയുന്നത്. ഈ റൂട്ടിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല കണ്ടീഷനുള്ള വണ്ടിയും കൊണ്ട് വരിക. പരീക്ഷണാടിസ്ഥാനത്തിൽ നിങ്ങൾ പഴയ വണ്ടി കൊണ്ടൊക്കെ എത്ര കണ്ടീഷൻ അല്ലാത്ത വണ്ടി കൊണ്ട് വന്നു കഴിഞ്ഞാൽ കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ പെട്ടുപോയി തന്നെയാണ്. പിന്നെ ഇവിടെ നിന്ന് കോതമംഗലം അല്ലെങ്കിൽ കുട്ടമ്പുഴ എല്ലാം കൊണ്ടുപോയിട്ട് വേണ്ടി വരും നന്നാക്കാൻ. കോൺക്രീറ്റ് ആണെങ്കിലും കോൺക്രീറ്റ് പലയിടത്തും ഈ വെള്ളം ഒഴുകി പൊളിഞ്ഞു പോയിട്ടുണ്ട്. പോകുന്ന വഴിക്കുള്ള കോൺക്രീറ്റുകൾ ഇളകി പൊളിഞ്ഞ് കിടക്കുന്നുണ്ടോ. അതുകൊണ്ട് തന്നെ കോൺക്രീറ്റ് റോഡാണെങ്കിലും നമുക്ക് ആ സ്മൂത്ത് ആയിട്ടുള്ള രീതിയിൽ ട്രാവൽ ചെയ്യുക എന്ന് പറ്റുന്ന ഒരു സംഭവമല്ല. പലയിടത്തും കോൺക്രീറ്റ് പൊളിഞ്ഞു പോയിട്ടുണ്ട്. എന്താണേലും ആ ഒരു വലിയ കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ്. രണ്ട് സൈഡിലും ഘോരമായിട്ടുള്ള കാടുകളുടെ കാഴ്ച. പക്ഷെ നല്ല പച്ചപ്പാണ്. സൈഡിലോട്ടൊക്കെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാടാണ്. മല ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഒരു വലിയ മല കയറി മാമലക്കണ്ടത്തേക്ക് ആ ഒരു കയറ്റം കയറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. മാമലക്കണ്ടത്തേക്ക് വരാൻ രണ്ട് വഴികളാണുള്ളത്. ഒന്ന് കോതമംഗലിൽ നിന്നും തട്ടേക്കാട്, കുട്ടമ്പുഴ, ഉരുളൻതണ്ണി വഴി മാമലക്കണ്ടം. ആ റൂട്ടിലൂടെയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. രണ്ടാമതായിട്ടുള്ള റൂട്ട് കോതമംഗലിൽ നിന്നും നേര്യമംഗലം, 6 മൈൽ, പഴമ്പളിച്ചാല് വഴി മാമലക്കണ്ടത്തേക്ക് പോകാനുള്ള ഒരു റൂട്ടാണുള്ളത്. ഈ രണ്ട് റൂട്ടിലും ബസ് പോകുന്നുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ ഈ കാറിന് പോകുന്ന ആ ഒരു വഴിയെ ഒരു ബസ് മാത്രമാണ് സർവീസ് നടത്തുന്നുള്ളത്. അത് കോതമംഗലിൽ നിന്ന് വൈകിട്ട് 3:35 സ്റ്റാൻഡിൽ നിന്ന് എടുക്കുന്ന ഐഷാസ് എന്ന് പറഞ്ഞ ബസ്സാണ്. ഈ വഴിയുള്ള ആ ഒരൊറ്റ ബസ് സർവീസ് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ ബസ്സും വരുന്നത് നേര്യമംഗലം, 6 മൈൽ, പഴമ്പളിച്ചാല് വഴിയാണ്. അപ്പോൾ ആ വലിയ കയറ്റം കയറിക്കൊണ്ടിരിക്കുന്ന മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. ഇവിടെ വച്ചിട്ടൊക്കെ ഓപ്പോസിറ്റ് ഒരു കാറ് വന്നാൽ തന്നെ സൈഡ് കൊടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മളിപ്പോൾ മുകളിൽ നിന്ന് ഒരു വണ്ടി ഇറങ്ങി വരുന്ന കണ്ടു കഴിഞ്ഞാൽ അഡ്വാൻസ് ആയിട്ട് സൈഡ് കൊടുക്കണം. പക്ഷേ രണ്ട് സൈഡിൽ ഇതുപോലെ മരങ്ങൾ നിൽക്കുന്നത് കൊണ്ട് നമുക്ക് സൈഡ് കൊടുക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഒരു ബൈക്ക് വന്നാൽ പോലും നമ്മൾ അത്രയും ഒതുക്കി നിർത്തിയാലേ ആ ബൈക്കിന് കടന്നു പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ബൈക്ക് ഒരു സ്കൂട്ടറാണ്. ആ സ്കൂട്ടർ വന്നപ്പോൾ പയ്യെ നമ്മൾ ഒതുക്കി കൊടുത്തു. ഇല്ലെങ്കിൽ അവർക്ക് കടന്നു പോകാൻ പറ്റില്ല. നമ്മൾ മുകളിൽ നിന്ന് വണ്ടി ഇറങ്ങി വരുമ്പോൾ രണ്ട് സൈഡിലും മരങ്ങൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. ആ മരങ്ങളുടെ ഇടയിലൂടെയുള്ള യാത്രയാണ്. ഇടയ്ക്ക് ഇങ്ങനെ കോൺക്രീറ്റ് പൊളിഞ്ഞു കിടക്കുന്നത് കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾ ഈ വഴിയെ വന്നിട്ടുള്ള കൂട്ടുകാരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ അനുഭവം, ഈ വഴിക്കുള്ള യാത്രയുടെ അനുഭവം ഒന്ന് പങ്കുവയ്ക്കുക. മഴ പെയ്താലാണ് ഈ വഴിയുടെ ഒരു യഥാർത്ഥ വൈബ് വരുള്ളൂ. മഴക്കാലത്തുള്ള യാത്ര അതൊരു അനുഭവം തന്നെയാണ്. നിങ്ങൾക്കൊരു ഏകദേശം ഒരു 2.5 കിലോമീറ്ററോളം നല്ല ഹെവി ആയിട്ടുള്ള കയറ്റമാണ്. ആ കയറ്റത്തിൽ എന്താ പറയുക, വേറെ വണ്ടികളൊക്കെ പോൾ ചെയ്ത് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ വൻപൻ കോമഡി ആയിരിക്കും. അങ്ങനെ നമ്മൾ ആ വീണ്ടും കയറ്റങ്ങൾ കയറുകയാണ്. സെക്കൻഡ് ലാസ്റ്റ് ആയിട്ട് വരുന്ന ഒരു കയറ്റമാണ്. ഈ കയറ്റം കയറി കഴിഞ്ഞാൽ ഏതാണ്ട് മാമലക്കണ്ടത്തേക്ക് നമ്മൾ എത്തിച്ചേരും. വീണ്ടും ചെറിയ കട്ടറുകളായി. ഇപ്പോൾ രാവിലെ ഞങ്ങൾ പോയ സമയത്ത് ഇവിടെ ഒരു വണ്ടി കയറ്റത്ത് വന്ന് കേടായി പോയായിരുന്നു, കംപ്ലൈൻ്റ് ആയിരുന്നു. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഈ വഴി യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കണ്ടീഷനുള്ള വണ്ടി കൊണ്ട് വന്നില്ലെങ്കിൽ പണി കിട്ടുമെന്ന് പറഞ്ഞതിൻ്റെ റീസൺ അതാണ്. പിന്നെ അതുപോലെ തന്നെ ഇതുണ്ടോ, ഈ ഒരു റൂട്ടിൽ വേറെ വണ്ടി വന്നു കഴിഞ്ഞാൽ സൈഡ് കൊടുക്കാൻ പാടാ.
രാവിലെ പോയപ്പോൾ കംപ്ലൈൻ്റ് ആയി കിടന്ന അതാ പറഞ്ഞ കണ്ടീഷൻ ആയിട്ടുള്ള വണ്ടി കൊണ്ട് വന്നില്ലെങ്കിൽ പണി കിട്ടും. അപ്പോൾ നമ്മൾ ഈ വണ്ടി പുറകോട്ട് ഇറക്കി സൈഡ് കൊടുത്ത് വീണ്ടും റോഡിലോട്ട് കയറുകയാണ്. റോട്ടിൽ നിന്ന് ഇറക്കിയിട്ട് വേണം ആ വണ്ടിക്ക് സൈഡ് കൊടുത്ത് വിടാൻ. വനത്തിൻ്റെ ഉള്ളിൽ മഴ പെയ്യണതാണ് പ്രത്യേക രസമാട്ടോ. നോക്കി കുറേ കാലങ്ങൾക്ക് ശേഷമല്ലേ ഈ കാഴ്ച കാണുന്നത്, അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഹാപ്പിനെസ് ഉണ്ട്. അപ്പോൾ ഫൈനലി മാമലക്കണ്ടത്തേക്ക് കയറുന്ന ആ ഒരു എന്താ പറയുക അവസാനത്തെ കയറ്റാണ് ഇത്. കയറി കഴിഞ്ഞാൽ പിന്നെ മാമലക്കണ്ടം ആയി എന്ന് പറയാം, വനത്തിൻ്റെ ഒരു അവസാനം. അതിനുശേഷം വീണ്ടും മാമലക്കണ്ടത്തെ എൻഡിൽ വീണ്ടും വനമേഖല വീണ്ടും തുടങ്ങും. അതായത് ഓപ്പോസിറ്റ് 2 വഴിയാണെന്ന് ഞാൻ പറഞ്ഞില്ല ബസ് വരുന്നത്. അതിൽ ഓപ്പോസിറ്റ് വഴിയിലേക്ക് അപ്പുറ സൈഡിലോട്ട് ചെല്ലുമ്പോൾ വീണ്ടും വനമാണ്. നടുക്കായിട്ട് വനത്തിൻ്റെ ഉള്ളിലായിട്ടാണ് ശരിക്കും മാമലക്കണ്ടം എന്ന് പറഞ്ഞ ഈ ഗ്രാമം വരുന്നത്. അതുകൊണ്ട് തന്നെ മനോഹരമായിട്ടുള്ള ഒരു വനത്തിൻ്റെ ഉള്ളിലൂടെയുള്ള യാത്ര ആഗ്രഹിക്കുന്ന കൂട്ടുകാർക്ക് ധൈര്യമായിട്ട് വണ്ടി എടുത്ത് വരാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലമാണ് മാമലക്കണ്ടം. അപ്പോൾ മഴക്കാലം തുടങ്ങിക്കഴിഞ്ഞാൽ മാമലക്കണ്ടത്തെ കാഴ്ചകൾ ഇങ്ങനെ മനോഹരമായി തീരും. അപ്പോൾ ഇങ്ങോട്ട് കയറി വരുമ്പോൾ തന്നെ ആദ്യം ഒരു കടയുണ്ട്. ഇവിടെ ഒരു ചെറിയ ഫുഡ് സ്പോട്ടുണ്ട്, ആനക്കട എന്നാണ് ആ കടയുടെ പേര്. ഇതുണ്ട് അവിടെ ബോർഡും കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. ഇലക്ട്രിക് ഫെൻസിങ് ഒക്കെ ചെയ്തിട്ടുള്ള കടയാണ്, കാരണം ഇവിടെ എപ്പോഴും ആന വരാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് ആ കടയുടെ പേര് തന്നെ ആനക്കട എന്നാണ്. അപ്പോൾ എന്താണേലും നമ്മളങ്ങനെ മാമലക്കണ്ടം ഗ്രാമത്തിലേക്ക് എൻ്ററായി.